അങ്ങനെ ദുബായിലൊക്കെ മതിയായി ശരിയാവില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അന്ന് കോവിഡിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ഇന്തോനേഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ക്വാറൻറ്റൈൻ ചെയ്യണം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ. 5 ദിവസം തടവറയിലാണ്, തടവറ. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചത് അവിടെ നിന്ന് കോവിഡ് ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ കോവിഡ് ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവന്നു. ഒരു കാര്യമില്ല. എയർപോർട്ടിൽ നിർബന്ധിത ക്വാറൻറ്റൈനാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ചിലവിലല്ല, നമ്മുടെ സ്വന്തം ചിലവിൽ. ഒരു ഹോട്ടൽ കാണിക്കും, ആ ഹോട്ടലിൽ താമസിച്ചോളണം, അതിനുള്ള പൈസ നമ്മൾ കൊടുത്തോളണം. പൈസയാണ് ഇല്ലാത്തതും. അങ്ങനെ കാരണം അവിടെ അങ്ങനെ വളഞ്ഞു വെച്ചിരിക്കുക, പോലീസൊക്കെ തന്നെ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നേരെ അവിടെ ഹോട്ടൽ ഏജൻറ്റുമാരുണ്ട്, അവർക്ക് നല്ല ബിസിനസ് കയറുന്ന സമയത്ത്. അങ്ങനെ ഹോട്ടൽ ഏജൻറ്റുമാരൊക്കെ ചെറിയ ചെറിയ തല്ലിപ്പൊളി റൂമിൽ വരെ 10 ഇരട്ടി വിലയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കാരണം എടുക്കുമല്ലോ, എടുത്തല്ലേ പറ്റുള്ളൂ, വേറെ രക്ഷയില്ലല്ലോ. അങ്ങനെ അതിൽ ഏറ്റവും വില കുറഞ്ഞ ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ 2500 രൂപ ഒരു ദിവസം ഉള്ള ഒരു ഹോട്ടൽ എടുത്തേ പറ്റുള്ളൂ. എടുത്തു. പൈസ എവിടെ നിന്ന് വരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ടു. അവിടുന്ന് കോവിഡ് ടെസ്റ്റ് അവിടെ നിന്ന് നടത്തിയപ്പോൾ കോവിഡൊന്നും ഇല്ല. അങ്ങനെ അകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവിടെ കിടന്നോളൂ 5 ദിവസം. അങ്ങനെ അവിടെ കിടക്കുമ്പോൾ ആകെ ഉള്ളതൊരു ഫോണാണ്, ഒരു തല്ലിപ്പൊളി ഒരു ഫോൺ ഉണ്ടായിരുന്നു. അതിൽ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല, ഫേസ്ബുക്ക്. ആ ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ട്, ഇന്ന പ്രശ്നങ്ങളാണ് എൻ്റെ, ഞാനിവിടെ കുടുങ്ങിയിരിക്കുകയാണ്, ആരെങ്കിലും പെട്ടെന്നെങ്കിലും പൈസ സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൽ പോസ്റ്റ് ഇട്ട്. അപ്പോൾ എന്നിട്ട് അതിൽ ഞാൻ പ്രത്യേകം എഴുതി, എനിക്ക് ആവശ്യം പൈസയാണ്, അതുകൊണ്ട് പൈസ തരാൻ ഉള്ളവർ മാത്രം തന്നെ വിളിച്ചാൽ മതി എന്ന് പ്രത്യേകം അതിൽ എഴുതിയിരുന്നു. ഫോൺ നമ്പർ ഇട്ടിരുന്നു. അതിൽ കുറേ ആൾക്കാരെന്നെ വിളിക്കണവർ എന്താ സംഭവം, എന്താ കാര്യം. പിന്നെന്താ വെച്ചാൽ ഈ റൂമിൽ കിടക്കല്ലേ, ഒന്നുമില്ലാതെ, വേറെ ടൈം പാസ്സൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സംസാരിക്കാമല്ലോ. എന്താ കാര്യം, ഒക്കെ മലയാളീസ് തന്നെ, എന്താ കാര്യം. അപ്പോൾ ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഒക്കെ കേട്ടതിന് ശേഷം ഞാൻ ഭയങ്കര ടൈറ്റാണ് ഇപ്പോൾ, ഈ കോവിഡ് കാരണം എൻ്റെ കടമൊക്കെ പൂട്ടിപ്പോയി, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഞാൻ അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, പൈസയാണ് എനിക്ക് ആവശ്യം, പൈസ തരാൻ കെൽപ്പുള്ളവർ മാത്രം വിളിച്ചാൽ മതി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പൈസ ഇല്ലാത്തവർ വിളിക്കണ്ടല്ലോ. എന്നിട്ട് മൂപ്പരുടെ കഥ എന്നോട് പറയണത്, ഞാൻ തന്നെ പെട്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, കണ്ണീന്ന് പൊന്നിച്ച പറയണം എൻ്റെ, എങ്ങനെ ഇപ്പോൾ ഈ ഹോട്ടലിൽ കീട്ടലിനൊക്കെ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വിളിക്കണവർ ഇതെൻ്റെ പരിപാടി, എന്താ നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഞാൻ എനിക്ക് പ്രശ്നം കേൾക്കുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മളെ കാര്യം നടക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തിന് ഞാൻ എൻ്റെ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ ഇപ്പോൾ നാട്ടിൽ പോവുക, പൈസ ഇല്ല ആകെ. അപ്പോൾ മുപ്പര കഥനക്കഥ അത്. അങ്ങനെ എല്ലാവരും കഥനക്കഥ പറയാൻ കുറേ ആൾക്കാർ വിളിച്ചു. സത്യം പറയാലോ, ഒറ്റ പൈസ ഒരാളും തന്നില്ല ഒരു പൈസയും. അവസാനം എന്താ ചെയ്യുക, വൈഫിനെ വിളിച്ച് പറഞ്ഞ്, അങ്ങനെ വൈഫ് എവിടെ നിന്നൊക്കെ പൈസ അറേഞ്ച് ചെയ്ത് അവിടുന്ന് ആ ഹോട്ടലിൽ നിന്ന് എങ്ങനെയൊക്കെ പുറത്ത് ചാടിയിട്ട് വന്ന് നോക്കുമ്പോൾ കമ്പ്യൂട്ടറും ഇല്ല, യൂട്യൂബ് ചാനൽ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. യൂട്യൂബ് ചാനലുണ്ട്, ആ ഫോണിലുണ്ടല്ലോ, അതന്നെ ഉള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ പൈസ എവിടെയെങ്കിലുമൊക്കെ കടം വാങ്ങി തട്ടിക്കൂട്ടിയിട്ട് കമ്പ്യൂട്ടർ വാങ്ങണമെങ്കിലും അതും പറ്റൂല, കാരണം യാത്ര ചെയ്യാൻ പറ്റൂല, ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ, കോവിഡല്ലേ. അങ്ങനെ ഒരു മാസം ഒരു വാടക റൂമിൽ അവിടെ അങ്ങനെ കിടന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ കോവിഡ് പോകില്ലല്ലോ, പോകണ യാതൊരു മട്ടുമില്ല. അങ്ങനെ പൈസ കുറച്ച് അവിടെ നിന്നൊക്കെ തട്ടിക്കൂട്ടി കടക്കെ വാങ്ങി എങ്ങനെയൊക്കെ ഒരു കമ്പ്യൂട്ടർ, ഈ ഇരിക്കുന്ന കമ്പ്യൂട്ടറിനെ വാങ്ങി, കമ്പ്യൂട്ടർ വാങ്ങി. അങ്ങനെ നിങ്ങൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ കോവിഡ് വൈറസ് പലതരം രൂപാന്തരം പ്രാപിച്ചുകൊണ്ട്, മ്യൂട്ടേഷൻ നടത്തിക്കൊണ്ട് സ്വന്തം പല രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം പല രാജ്യങ്ങളും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഈ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ഈ വൈറസ് കൂടുതൽ ശക്തമായിട്ട് കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ ആദ്യത്തെ വീട് തന്നെ ദുബായിൽ പോയ അവസ്ഥയാണൊക്കെ അതിൽ പറയണ തന്നെ. അങ്ങനെ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലുണ്ട് കേരളത്തിൽ, ചോക്ക് മലയുടെ മേലെ ഇരിക്കുന്നവൻ ചോക്ക് തെരഞ്ഞു പോയി എന്ന് പറഞ്ഞ പോലെ. യൂട്യൂബ് വരുമാനം എനിക്ക് ഉണ്ടായിരുന്നു, അത് വിട്ടു പോകേണ്ട ആവശ്യമില്ല. അത് വിട്ടിട്ട് വേറെ വരുമാനം തേടാൻ വേണ്ടി പോയത്. അവസാനം തിരിച്ചു വന്നത് യൂട്യൂബിൻ്റെ വരുമാനം തന്നെ, ബാക്കിയുള്ള പൈസ ഒക്കെ പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. എന്തായാലും പിന്നെ എല്ലാ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലായി, പാകപ്പിഴവുകളൊക്കെ മനസ്സിലായി. അങ്ങനെ യൂട്യൂബിൽ മാത്രം കേന്ദ്രീകരിച്ചപ്പോൾ ഇരിക്കുകയാണ്. യൂട്യൂബ് കാരണം പഠിച്ചവൻ്റെ ഒരു
സംരക്ഷണത്തിൽ നിങ്ങളുടെ ഒക്കെ ദുബായിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. 4.5 വർഷമായി ഇപ്പോൾ യു എയിൽ നിന്ന് വന്നിട്ട് 4.5 വർഷം നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവും. ഡെയിലി ഒരു ദിവസം ഇടമുറിയാതെ ഇതിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു വരുമാനം ഉണ്ടെന്ന് പറയാം. ഒരു 75,000 ഇന്ത്യൻ രൂപയുടെ 75,000 വരെയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഇടയിൽ കുറേ കുറഞ്ഞപ്പോൾ എനിക്ക് ഡെങ്കി ഒക്കെ പിടിച്ചല്ലോ. ഡെങ്കു തന്നെ ഡെങ്കി പിടിച്ചല്ലോ. ആ സമയത്ത് പിന്നെ 2024 ഭയങ്കരമായിട്ട് എൻ്റെ വരുമാനമൊക്കെ കുറഞ്ഞിരുന്നു. വെറും 15,000 14,000 അങ്ങനെയൊക്കെ ആയിരുന്നു വരുമാനം ഇന്ത്യൻ രൂപ. ഡെങ്കിയൊക്കെ പിടിച്ചിട്ട് ആകെ ഇതായിരുന്നു. 2024 മഹാമോശമായിരുന്നു എനിക്ക്. പിന്നെ 2024 കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കുറച്ച് ഭേദമാകാൻ തുടങ്ങിയത്. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മാത്രമല്ല എല്ലാ വാടക റൂമിൽ താമസിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ റൂം ഞാൻ കാണിച്ചത്, ഇതൊക്കെ രംഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ റൂമിൽ വന്ന്, ഈ റൂമല്ല, ഇത് വീടാണ്, വൈഫിൻ്റെ വീടാണ്. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ നേരാക്കിയതാണ്. ഇതാണ് എൻ്റെ കമ്പ്യൂട്ടർ. ഇതൊക്കെ ഇപ്പോൾ ഫിക്സ് ചെയ്തതാണ്. മുമ്പത്തെ വാടക വീട്ടിൽ ചെറിയൊരു ടേബിളായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഒരു ഫാന് തിരിയണ, അത് വളരെ ചെറിയൊരു ടേബിളായിരുന്നു. 35 സെൻറ്റിമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വലിയൊരു ടേബിളാണ്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ സെറ്റപ്പ് ആക്കിയതാണ്. ഇതാണ് മൈക്ക്, നിങ്ങളെ മൈക്ക് കാണുന്നില്ല സൈഡിൽ കൂടെ, അതായത് ഇതാണ് കമ്പ്യൂട്ടർ. ഇതൊക്കെ ഈ ഭാഗമൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാനിപ്പോൾ വന്നിട്ട് ഈ റൂം ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ഇവിടെ ഒന്നും റൂമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും കൂടി തുറന്ന് കാണിക്കാം. ഈ ഭാഗമൊക്കെ ഇതുവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെ ഇങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭാഗം ഞാൻ എടുത്തതാണ്. ഈ ഭാഗം ഞാൻ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കുമ്പോൾ നല്ല രീതിക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നല്ല രീതിക്ക് നല്ല ഒരു പിന്നെ മോഡേൺ സ്റ്റൈലിലുള്ള ഇതൊക്കെ ഉണ്ടാക്കി സ്റ്റൗവ് ഫിക്സ് ചെയ്ത് ഇവിടെ അവിടെ കഴുകാനുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു റൂമും പിന്നെ ഈ ഒരു റൂമും, ഇത് ബെഡ്റൂം, ഇത് ഈ 2 സാധനമാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ടോയ്ലറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. അവിടെ പിന്നിൽ ചെറിയൊരു മുറിയുണ്ട്. ഇത് പിന്നെ മകന് കൊടുത്തൊരു റൂം, അത് ആദ്യം ഉള്ളതാണ്. പിന്നെ ഈ ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ആണല്ലേ, ഇത് പിന്നീട് ഞാൻ ഉണ്ടാക്കിയത്. അവിടെ ചെറിയൊരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ മകൻ്റെ കമ്പ്യൂട്ടറാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. പിന്നെ താഴെ ഒന്നും ശരിയാക്കി എടുത്തിട്ടില്ല. താഴെയൊക്കെ ഇനി പിന്നെ മെല്ലെ ശരിയാക്കാം. അവിടെ ഒന്നുമില്ല, ഫർണിച്ചറും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. അത് ഫുള്ളായിട്ട് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി 10 വർഷം ആവാറായല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്നെക്കുറിച്ച് ഇനി ഒന്നും അറിയില്ല എന്നൊന്നും പറയണ്ട. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. എന്തായാലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒക്കെ പറയണം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞപ്പോൾ ഒരു ഭാരം കുറഞ്ഞതുപോലെയൊക്കെ ഉണ്ട്. ഇതാണ് പുറത്തേക്കുള്ള സൈറ്റ്, പുറത്തേക്കുള്ള രംഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിലിപ്പോൾ താമസിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു പിന്നെ ചുരുക്ക ചരിത്രം എന്ന് പറയാം. അതിൽ പറയാൻ കുറച്ച് വിട്ടുപോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജനറലായിട്ട് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി നിരവധി വീഡിയോകളിൽ കാണാം. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ.